മുഖകാന്തിയൻ മ്ലാനത നീക്കും. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും. നിൻ മധുരാമൃത വചനം ഖിന്നത ആകവെ പോക്കും. നിൻ മധുരാമൃത വചനം ഖിന്നത ആകവെ പോക്കും. മഹിമായേഴും പരമേശ പാഹിമാം യേശു മഹേശ. മഹിമായേഴും പരമേശ പാഹിമാം യേശു മഹേശ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയം ഇത്രത്തോളം ദൈവമക്കളോടൊപ്പം ദൈവസന്നിധിയിൽ ദൈവാരാധനയിൽ ആയിരിക്കാൻ അവസരം ലഭിച്ചത് പദവിയായി ഞാൻ കരുതുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കിയ ആദരണീയനായ കർത്തദാസൻ പാസ്റ്ററോടുള്ള ഹൃദയാംഗമായ നന്ദിയും ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 1-2 മാസങ്ങളോളമായി എൻ്റെ മകൾ ഗ്ലോറിയോടൊപ്പം ഞങ്ങൾ കുടുംബമായി ഇവിടെ പാർക്കുന്നു. 3-4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ രാജ്യത്ത് വന്നു ഇമിഗ്രേഷൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. മടങ്ങിപ്പോകുവാനുള്ള റിട്ടേൺ ടിക്കറ്റുമായിട്ടാണ് 2021 ഞങ്ങൾ എത്തിയത്. എന്നാൽ ശാരീരികമായിട്ടുള്ള വളരെ ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഈ വിസയുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം എന്ന് എൻ്റെ പ്രിയ മകളും മറ്റും നിർബന്ധിച്ചു. അങ്ങനെ ട്രൈ ചെയ്തു. അത് ഞങ്ങൾക്ക് 2 പേർക്കും ഗ്രീൻ കാർഡ് 1 വർഷത്തിനകം ലഭിച്ചു. ഡാളസിൽ എൻ്റെ മകനായിരിക്കുന്നു. ഡാളസിലും അറ്റ്ലാന്റയിലുമായിട്ടാണ് ഇപ്പോൾ സമയങ്ങൾ ചെലവഴിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് നാട്ടിലും പോകാറുണ്ട്. മിഷൻ പ്രവർത്തനങ്ങൾക്കായി അവിടെയുള്ള ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സഭകളിൽ പല സ്ഥലങ്ങളിലും പോകുവാനും സന്ദർശിക്കുവാനും ഒക്കെ അവസരങ്ങൾ ലഭിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഏപ്രിൽ മാസം കേരളത്തിലേക്കും നോർത്ത് ഇന്ത്യയിലേക്കും ചില ദിവസങ്ങൾ കേരളത്തിലേക്കൊക്കെ പോകുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാ ദൈവമക്കളും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു വേദഭാഗം വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. 1 Peter chapter 5 and verse 8 please. 1 പത്രോസ് 5-ന്റെ 8-ാം വാക്യം. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി either English or Hindi or Malayalam can read. Yeah. Thank you. മലയാളത്തിൽ ആർക്കും വായിക്കാമോ? താങ്ക് യു. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് കൃപ നൽകിയതിനാൽ സ്തോത്രം. അനുഗ്രഹീതമായ നിലയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഗാന ശുശ്രൂഷ നിർവഹിപ്പാനും പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുവാനും നിങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് കൃപയും ശക്തിയും നൽകിയതുകൊണ്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. ഇന്ന് പകൽ അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. തുടർന്നും ഞങ്ങളോട് ഹൃദയാംഗമായി സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പത്രോസ്, അധികാരത്തിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്ന് എഴുതുന്ന വരികളാണ് ഇപ്പോൾ നാം വായിച്ചത്. അധികാരത്തിൻ്റെ അപ്പോസ്തലൻ ആയ പത്രോസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പത്രോസ് എന്ന് പറഞ്ഞപ്പോഴും എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ അനുഭവത്തിൻ്റെ ആഴത്തിൽ എന്ന് പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും അത് മാത്രം വിവരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ഇടയ്ക്ക് എനിക്ക് ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ല.
ഒന്ന് ചുമയ്ക്കുന്നത് എനിക്ക് പ്രയാസമില്ല, നിങ്ങൾക്കേ ഉള്ളൂ പ്രയാസം. അത് അല്പസമയം ദൂരെ ആയതുകൊണ്ട് സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ അനുഭവത്തിൻ്റെ ആഴത്തിൽ എന്ന് പറയുവാൻ കാരണമുണ്ട്. കർത്താവിൻ്റെ ഏഹിക ജീവിതകാലത്ത് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു. വാട്ട് ഡു യു തിങ്ക് ഓഫ് ക്രൈസ്റ്റ്? വാട്ട് ദ പീപ്പിൾ സേ അബൌട്ട് മീ? ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയുന്നു? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ മനുഷ്യപുത്രൻ ചിലപ്പോഴൊക്കെ കരയുന്നത് കാണാം, വിഷമിക്കുന്നത് കാണാം. ഇത് പണ്ട് യിരെമ്യാ പ്രവാചകനുള്ള സ്വഭാവമാണല്ലോ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവൻ യിരെമ്യാവാണെന്ന് ചില ആളുകൾ. ഈ മനുഷ്യപുത്രൻ ചിലപ്പോൾ സർപ്പസന്തതികളെ എന്നൊക്കെ കയറി വിളിക്കും. ഇത് യോഹന്നാൻ ഉപദേശിയുടെ സ്വഭാവമാണല്ലോ, സർപ്പസന്തതി. ഇവൻ യോഹന്നാൻ സ്നാപകനായിരിക്കും എന്ന് വേറെ ചില. പിന്നെ അപ്പം കൊടുത്താൽ അത്ഭുതം പ്രവർത്തിച്ച് വർദ്ധിപ്പിക്കും. ഇത് ഏലിയ പ്രവാചകന്റെ സ്വഭാവമാണ്. ചുരുക്കി പറഞ്ഞാൽ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ഇവൻ ഏലിയാവായിരിക്കുമെന്നും, സർപ്പസന്തതികൾ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇവൻ യോഹന്നാനായിരിക്കുമെന്നും, കരയുമ്പോൾ ഇവൻ യിരെമ്യാവായിരിക്കുമെന്നും പലരും പലതും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഇതെല്ലാം താങ്ക് യു യെസ് ഓക്കെ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ക്രൈസ്റ്റ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർ പലരും പലതും പറഞ്ഞു. ഓക്കെ, ഞാൻ കേട്ടു. അപ്പോഴാണ് ഒരാൾ വളരെ മിടുക്കനായി പത്രോസ് എന്ന് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യു ആർ ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. അപ്പോൾ യേശു അവനെ അപ്രീഷിയേറ്റ് ചെയ്യാം. ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്താ ബെർ എന്ന് പറഞ്ഞ മകൻ യോഹന്നാന്റെ മകൻ ആയ ശിമോൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യോനാച്ചന്റെ മോനായ ശിമോച്ച, നിന്റെ അപ്പച്ചൻ യോനാച്ചനല്ല ഇത് വെളിപ്പെടുത്തിയത്, എൻ്റെ അപ്പച്ചനാണ് ഇത് വെളിപ്പെടുത്തിയത്. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പല അറിവുകളുണ്ട്. പലരും നല്ല അറിവുകളുണ്ട്, തെറ്റായ അറിവുകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ തെറ്റിക്കൂടായ്മയില്ല. പക്ഷെ സ്വർഗസ്ഥനായ ദൈവത്തിന് ലഭിച്ച വെളിപ്പാടിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അത് വിശ്വസിക്കുന്നു നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. This revelation is not from your father, but this revelation is from my father in heaven. Amen. അതുകൊണ്ട് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ ശേഷം യേശു പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കാത്തോലിക്കർ വിശ്വസിക്കുന്ന പോലെ നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നല്ല പറഞ്ഞത്. യു ആർ പീറ്റർ. രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് വാസ്തവത്തിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. The word Petrus. Upon this Petra I will build my church. വളരെ ക്ലിയർ ആണ്. നീ ഒരു പാറ കഷണമാണ്, പക്ഷെ ഈ പാറമേലാണ് ഞാൻ സഭയെ പണിയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് തന്നെ അത് വിവരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീറ്റർ 2nd chapter 4th verse ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കാണാം, മനുഷ്യർ തള്ളിയതെങ്കിലും ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി ദൈവത്തിന് വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന്, അതേ ദൈവത്തിന് നിവാസമാകേണ്ടത് നിങ്ങളെ പണിയപ്പെടുകയാണ്. നോക്കണം, ജീവനുള്ള കല്ല് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ധാരാളം കല്ലുകൾ ലോകത്തിലുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ എറിഞ്ഞു കൊല്ലുന്ന കല്ലുകൾ ഒത്തിരി ഉണ്ട്. പഴയ നിമിത്തരൊക്കെ ഏതെങ്കിലും കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് വന്നാൽ എറിഞ്ഞു കൊല്ലുക. 70 പേരെ ഒരു കല്ലിനകത്ത് വെച്ച് കൊന്ന് ഒരുത്തൻ അതേ പക വീട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ധാരാളം കല്ലുകൾ ലോകത്തിലുള്ളതൊക്കെ കൊല്ലുന്ന കല്ലുകളാണ്. പക്ഷെ ഒരൊറ്റ കല്ലേ ഉള്ളൂ, ജീവനുള്ള കല്ല്. ദൈവത്തിന് സ്തോത്രം. ലിവിങ് സ്റ്റോൺ. അവൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ലിവിങ് സ്റ്റോൺ. ലിവിങ് സ്റ്റോൺ. അതിനടുത്തോട്ട് വന്നാൽ മതി, ജീവൻ പ്രാപിക്കും. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കും. എന്തിനാ ഈ പത്രോസ് ആ ലേഖനം എഴുതിയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ചോദിച്ചു കാണും, പത്രോസ് നിന്റെ പേരല്ലോ സഭ, നിന്റെ പേരല്ലോ സഭ. മറുപടി പറഞ്ഞു താനെങ്കിൽ കുഴഞ്ഞു. ഒടുവിൽ വിചാരിച്ചു, ഇനി വരും കാലങ്ങളിൽ എല്ലാവരും വായിച്ചോട്ടെ, ഞാനല്ല ജീവനുള്ള കല്ല്, ജീവനുള്ള കല്ല് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ജീവൻ പ്രാപിക്കണം. അപ്പോൾ ഈ പാറമേൽ ഞാൻ സഭയെ പണി. ഈ എന്ന പദം തന്നെ ക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ മന്ദിരം പൊളിപ്പീൻ, ഈ അപ്പം, ഈ മന്ദിരം, ഇതുപോലെ ഈ പാറ, ഇതെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറയുന്ന അലങ്കാര പ്രയോഗങ്ങളാണ്. എന്നാൽ അതൊക്കെ വിവരിക്കാനൊന്നും നമുക്കിപ്പോൾ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ബർജോനാ ശിമോനെ, നീ ഭാഗ്യവാൻ.
ജഡരക്തങ്ങളല്ലല്ലോ നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ. തീർന്നില്ല, ഒരു അപ്രീസിയേഷൻ്റെ കൂടെ ഒരു നിയോഗം കൂടെ കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്തിന് താക്കോ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിച്ചു. എന്തോ ഒരു പദപ്രയോഗമാണ്. വളരെ അനുഗ്രഹിച്ചു. അപ്പോൾ പത്രോസിൻ്റെ അകത്തൊരു ചെറിയ ഗമയൊക്കെ ഉണ്ടായി. ഞാൻ ആരാണ് ശരി. അതിനുശേഷം അടുത്ത പാരഗ്രാഫ്, ഇത് മത്തായി സുവിശേഷം 16-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ദിവസം ഇവിടെ നിന്ന് വായിക്കാൻ തുടങ്ങിയാൽ അത് ശരിയാവുകയല്ല. നിങ്ങൾ ഞാൻ പറയുന്നു ഇതൂടെ ഏകാഗ്രത തെറ്റും. അതുകൊണ്ട് മാത്യു 16 ചാപ്റ്റർ 18 മുതൽ കൊണ്ട് വായിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുത്തു. അല്പം കൂടെ കഴിയുമ്പോൾ മനുഷ്യപുത്രൻ മനുഷ്യരെ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്, യെരൂശലേമിലേക്ക് പോകാൻ പോവുകയാണ്. പലതരത്തിലുള്ള നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിക്കും. അവൻ കൊല്ലപ്പെടും, അവനെ ജനത്താൽ പീഡിപ്പിക്കപ്പെടും എന്നൊക്കെ പ്രസ്താവിച്ചപ്പോൾ പത്രോസ് ഉപദേശിക്കാൻ അല്പം ഒരു വിഷമമുണ്ടായി. താൻ മുമ്പന്തി നിൽക്കുന്ന ആളല്ലേ, ഇപ്പം അപ്രീഷിയേറ്റ് ചെയ്തല്ലേ, കുറച്ച് കൂടെ ചെന്ന് ചെവിയിലൊരു അടക്കം പറഞ്ഞു. സീക്രട്ട്, കർത്താവേ നിനക്കങ്ങനെ ഭവിക്കരുതേ. അപ്പോഴേ യേശു പറയും, ഭവിശാചന്റെ അടുത്തുനിന്ന് 5 മിനിറ്റ് മുമ്പേ എന്തോ പറഞ്ഞ്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ലത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്ന അവിടെ അഴിഞ്ഞിരിക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ച് വാനോളം പുകഴ്ത്തിയിട്ട് അടുത്ത നിമിഷം അടുത്ത വർഗ്ഗം സാത്താനേ എന്നെ വിട്ട്. എന്താ ദൈവത്തിന് സ്തോത്രം, കുറച്ച് ഫേവറിറ്റ്സം കൂടിയതുകൊണ്ട് രഹസ്യം അങ്ങ് പറഞ്ഞ വേറിട്ട് താൻ ഇച്ചിരി മാറ്റി നിർത്തിക്കൊണ്ട് ചെവി പറയുകയാണ്, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ. അങ്ങനെ ഭവിക്കാതിരിക്കാനാണോ ഈ ലോകത്തിൽ സകല മനുഷ്യരും വന്ന് ജനിച്ചത്? ജീവിക്കാൻ വേണ്ടിയാ. ഒരൊറ്റ ആളെ മരിക്കാൻ വേണ്ടി ജനിച്ചുള്ളൂ. ഇന്ന് പകൽ നമ്മുടെ നടുവിലുള്ള കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ അത്രേ വന്നത്. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹോൾ ബൈബിളിന്റെ സാരാംശം എന്താ? ക്രിസ്തു തന്നെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഇവിടുന്ന് മാറ്റാമെങ്കിൽ പിന്നെ ബൈബിളിനകത്ത് ഒരു ജീവനുമില്ല. ദൈവത്തിന് സ്തോത്രം. സകല മത നേതാക്കന്മാരുടെയും കർത്താക്കന്മാരുടെയും പ്രഗത്ഭന്മാരുടെയും ജീവിതത്തിൽ മരണമെന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിന് നഷ്ടമാണ്. എന്നാൽ അറിയാമോ, ഗാന്ധിജിയുടെ മരണം ഇന്ത്യക്ക് ഒരു നഷ്ടമാണ്. ജൈനന്റെ മരണം ജൈനമതത്തിന് നഷ്ടമാണ്. ബുദ്ധന്റെ മരണം ബുദ്ധമതത്തിന് നഷ്ടമാണ്. ഗുരുനാനാക്കിന്റെ മരണം സിഖ് മതത്തിന് നഷ്ടമാണ്. സകല മതകർത്താക്കളുടെയും മരണം ആ മതങ്ങൾക്ക് നഷ്ടം. പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്മാരുടെ മരണം അവർക്ക് നഷ്ടം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണം നമുക്ക് ജയത്തിന്റെ ഉത്സവമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. The death of Jesus Christ on the cross was no way a failure, but it is everlasting victory. അവൻ മരിച്ചത് കൊണ്ട് നാം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മളെയൊക്കെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ആ ഒരൊറ്റ മരണമേ ഉള്ളൂ, ലാഭമായ മരണം, ജയോത്സവമായ മരണം. ക്രിസ്തുവിന്റെ തേജസ്സിനെ ക്ലൈമാക്സിൽ എത്തിക്കുന്ന കൊലോസ്യ ലേഖനം. ആ കൊലോസ്യ ലേഖനം നിങ്ങൾ ശരിക്കും വായിച്ചാൽ 66 പുസ്തകങ്ങളിലും ക്രിസ്തു ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ എൻ്റെ ക്ലൈമാക്സ് ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്തിക്കുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത്. അവൻ എഴുതിയിരിക്കുന്ന അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഹല്ലേലൂയ. ഇതിനപ്പുറം ഒരു പ്രയോഗം എന്താ? ദൈവത്തിന് സ്തോത്രം. അവനിലല്ലോ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. പോരാ, ക്രൂശ് മരണത്തെക്കുറിച്ച് കൊലോസ്യർ 2:14 പറയുന്നത് ഇങ്ങനെയാണ്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആമേൻ. ക്രൂശ് മരണം പരാജയമല്ല മക്കളെ, ജയത്തിന്റെ ഉത്സവമാണ്. അവന്റെ മരണത്താൽ നമ്മുടെ മരണം മാറിക്കിട്ടി. അലംഘനീയമായ 2 പ്രമാണങ്ങളുടെ നിവൃത്തിയാണ് ക്രൂശ്. നമ്പർ 1, ആമേൻ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നമ്പർ 2, വിതൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് there is no remission of sin. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതുകൊണ്ട് ക്രൂശിൽ മരിക്കണം. നമ്മുടെ പാപം മാറണമെങ്കിൽ പാപമില്ലാത്ത ഒരുത്തൻ തൂങ്ങണം, മരത്തിൽ തൂങ്ങണം. അങ്ങനെ ശാപം മാറണമെങ്കിൽ അതേ ക്രൂശിൽ തൂങ്ങണം. പാപം മാറണമെങ്കിൽ അതേ രക്തം ചിന്തണം. ഇങ്ങനെ
രക്തത്താല് ഉള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി തൻ്റെ പരിശുദ്ധമായ രക്തം, വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ചിന്തി കാൽവറി ക്രൂശിന്മേൽ അവൻ മരിച്ചു. ദൈവം തൻ്റെ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ചെയ്യുന്നൊരു പ്രസംഗമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ കാണാം. ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും അങ്ങോട്ട് ഏൽപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ അവനെ കൊന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളല്ല അവനെ തകർത്തത്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. മറ്റൊരു മാർഗമില്ലായിരുന്നപ്പോൾ പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തിക്കൊണ്ട് ക്രൂശിന്മേൽ ക്രിസ്തുവിനെ തൂക്കി കൊല്ലുവാണ്ടതിനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ജോൺ 10:11 പറയുന്നു, I am the good shepherd. The good shepherd giveth his life for the sheep. None of you can take away my life. എൻ്റെ ജീവനെ എന്നിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും കഴിയത്തില്ല, പക്ഷെ ഞാൻ അതിന് കൊടുക്കുകയാണ്. Hebrews 9:14 പറയുന്നു, by the eternal spirit he offered himself as a sacrifice. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ കൗൺസിൽ കൂടിയുള്ള അലംഘനീയമായ തീരുമാനമാണ് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചേ പറ്റുകയുള്ളൂ. പാപത്തേനും ശാപത്തിനും പരിഹാരം വരുത്തുവാൻ നമ്മെ കർത്താവായ പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവരൂപത്തിൽ നിന്ന് ദൈവപുത്രൻ മരണത്തോളം ക്രൂശ് മരണത്തോളം മനസ്സുള്ളവനായി തീർന്നു. ആ ക്രൂശില്ലെങ്കിൽ പിന്നെ ബൈബിൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആ ചുവന്ന ഒരു രേഖ കാണാം. മനുഷ്യ ശരീരത്തിൽ ഏതൊരവയവം എവിടെ മുറിച്ചാലും പെട്ടെന്ന് റെഡ് ആയിട്ടുള്ള രക്തം വരുന്നില്ലേ? ഇതുപോലെ ജനസിസ് ടു റെവലേഷൻ, wherever you think the blood of Christ is visible. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരുടെ കൈ ഒന്ന് കാണും ഞാൻ. ദൈവത്തിന് സ്തോത്രം. Oh, the blood of Jesus Christ. ഇത് സംഭവിക്കരുതേ എന്ന് പറഞ്ഞാൽ കർത്താവിന് സഹിക്കുമോ? അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഈ പത്രോസ് ഉപദേശിയിൽ ഇച്ചിരി മുമ്പ് ഞാനൊന്ന് അനുഗ്രഹിച്ചതാണ്. അവൻ്റെ അകത്ത് മറ്റവൻ കയറി പിശാച്. അതുകൊണ്ട് പിശാചേ, അഥവാ സാത്താനെ എന്നെ വിട്ട് പോ. ഇവിടെ ഒരു വലിയ പാഠം പഠിക്കണം. ദൈവ മക്കളെ, സ്വർഗസ്ഥനായ ദൈവം അല്പമെങ്കിലും ഒരു അനുഗ്രഹം തന്നാൽ നീ നിഗളിക്കരുതേ. ആമേൻ. ക്രൂശിന് വിരോധമായി അത് എന്ത് തന്നെ ഉയർച്ച ഉണ്ടായാലും അത് പൈശാചികമാണ്, യാതൊരു ബന്ധവുമില്ല. അവിടെ പത്രോസിന് കാര്യം മനസ്സിലായി. അതാണ് അനുഭവത്തിൻ്റെ ആഴത്തിൽ എഴുതിയെന്ന് പറയാൻ കാരണം. നീ ഏത് സ്ഥലത്തും എത്രമാത്രം ലോകത്തിൽ പുകഴ്ത്തപ്പെട്ടാലും നിന്റെ അകത്തും പിശാചിന് കയറാൻ കഴിയും. അതുകൊണ്ടാണ് നിർമ്മതരായിരിപ്പീൻ. 1 Peter 5:8 ആണല്ലോ നമ്മുടെ ടെക്സ്റ്റ്. നിർമ്മതരായിരിപ്പീൻ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുകേണ്ടുവെന്ന് ഓർത്ത് ചുരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്ന അർത്ഥം, എനിക്കിങ്ങനെ പറ്റിപ്പോയി, നിങ്ങൾക്കങ്ങനെ സംഭവിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. എനിക്കങ്ങനെ സംഭവിച്ചു പോയി, നിങ്ങൾക്കങ്ങനെ സംഭവിക്കരുതേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കുന്ന നമ്മളാരും ഇതിൽ നദീതരല്ല എന്നോർക്കണം. ഈ പ്രതിയോഗിയുടെ ചില പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഗുഡ് ക്വാളിറ്റീസ് അല്ല, ബാഡ് ക്വാളിറ്റീസ് ഓഫ് ദിസ് എനിമി. ഈ പ്രതിയോഗി എന്ന് പറയുന്നത്, അപ്പോൾ തന്നെ മനസ്സിലാക്കണം, നമുക്ക് ഒരുപാട് പേരൊന്നും ശത്രുക്കളില്ല. ഒരൊറ്റ വ്യക്തിയെ മാത്രമേ നമ്മൾ ശത്രുവായി ശരിക്കും കാണാവൂ. അത് ഈ അലറുന്ന സിംഹം എന്ന പോലെ വരുന്ന പിശാചാണ്. ദൈവത്തിന് സ്തോത്രമായി. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് എനിമി നിങ്ങൾ നോക്കണം. ലവ് യുവർ എനിമീസ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഫീഡ് യുവർ എനിമി. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കുക, ആൻഡ് ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ ലവ് യുവർ എനിമി, ഫീഡ് യുവർ എനിമി. പിന്നെ എഴുതിയിരിക്കുന്നത്, ഒരു ശത്രുവിൻ്റെ കാളയോ കഴുതിയോ ഒക്കെ ഇങ്ങനെ ചുറ്റി നടന്നാൽ നീ അതിനെ പിടിച്ചുകൊണ്ട് പോയി അതിനെ കശാപ്പ് ചെയ്ത് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കി തിന്നാനല്ല, അത് അവൻ്റെ അവൻ്റെ ഉടമസ്ഥനെ കൊണ്ട് തിരികെ കൊടുക്കണമെന്ന്. അപ്പോൾ ഗീവ് ബാക്ക്. അവന് നഷ്ടപ്പെട്ടു ശത്രുവിൻ്റെ കാളയായ പോലും തിരിച്ചു കൊണ്ട് കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ ഈ ബൈബിള് മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന തരുന്നുള്ളൂ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കണം. അല്ലാതെ പ്രതികാരം ചെയ്യാനല്ല, മടക്കി കൊടുക്കുക. Pray for your enemy, love your enemy, give just എന്ന് തുടങ്ങി, and bless your enemy. നിങ്ങളെ ശപിക്കുന്ന ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിപ്പീൻ. ഈ പ്രമാണമാണല്ലോ നമ്മുടെ കർത്താവ് നമുക്ക് തന്നത്. അതിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എങ്ങനെയെങ്കിൽ ഒരു ശത്രു വരുമ്പോൾ, ഇവൻ ഐ ലവ് ദാറ്റ് എനിമി, ഹി ഈസ് നോ മോർ മൈ എനിമി. ആ ശത്രു ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ സ്നേഹിക്കാമെങ്കിൽ അവൻ പിന്നെ ശത്രു അല്ലല്ലോ. ആമേൻ. ദൈവത്തിന് ശത്രുക്കളില്ലേ? ഇല്ല. സംശയം ഉണ്ടെങ്കിൽ 68-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കണം. ഇപ്പം വായിക്കണ്ട, നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ
ചിതറിപ്പോകുന്നു. ദൈവത്തിന് ശത്രുക്കളുണ്ട്. ക്രിസ്തുവിന് ശത്രുക്കളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എവിടെ എഴുതിയിരിക്കുന്നത്? ആമേൻ. 110 സങ്കീർത്തനത്തിൽ പിതാവ് പുത്രനോട് പറയുകയാണല്ലോ, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. അപ്പൊ ക്രിസ്തുവിന് ശത്രുക്കളുണ്ട്. പരിശുദ്ധാത്മാവിനുണ്ടോ? ഉണ്ട്. പരിശുദ്ധാത്മാവോട് എതിർത്ത് നിൽക്കുന്നവർ, പരിശുദ്ധാത്മാവോട് മറുത്ത് നിൽക്കുന്നവർ. അപ്പൊ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒക്കെ ശത്രുക്കളുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൽ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നെങ്കിൽ അതനുസരിച്ച് പെരുമാറിയാൽ സ്വർഗം മുഴുവനും നിനക്ക് അനുകൂലമായിരിക്കും. ലോകം മുഴുവനും നിനക്ക് പ്രതികൂലവും യേശു മാത്രം അനുകൂലമെങ്കിൽ നീയെ വിജയിക്കുള്ളൂ. മനസ്സിലാക്കിയവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. ലോകം മുഴുവനും നിങ്ങൾക്ക് അനുകൂലവും ദൈവം മാത്രം പ്രതികൂലമായാൽ നീ പരാജയപ്പെട്ടു പോയി തന്നെ. അതുകൊണ്ട് ആരാണ് ശത്രുക്കൾ എന്ന് ഓർക്കണം. എന്നാൽ ശത്രുവിനെ സ്നേഹിപ്പാനും ശത്രുവിന് ആവശ്യമായത് കൊടുക്കുവാനും ഒക്കെ പ്രമാണമുണ്ടെങ്കിലും ഒരു വിധത്തിലും ഈ ശത്രുവിനോട് അനുരഞ്ജനത്തിൽ നീ പോകരുത്. മനസ്സിലായോ? എൻ്റെ പൊന്നു പിശാചേ, ഇനി എന്നെ ഉപദ്രവിക്കല്ലേ, നിനക്ക് എന്തോ വേണേലും തരാം, എൻ്റെ പൊന്നു പിശാചേ നീ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞു ആരും അവൻ്റെ അടുത്ത് കോംപ്രമൈസ് ഇങ്ങനെ ചെല്ലാതിരുന്നാൽ അതാ നിന്റെ നല്ല കാലം. ജീവിതകാലം മുഴുവൻ എതിർത്ത് നിൽക്കണം. അതാണ് ജെയിംസ് 4:7. Resist the devil and he will flee from you. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അവനും അപ്പോൾ ഈ പ്രതിയോഗി നമുക്ക് ഉണ്ട്. അത് ഏറ്റവും പ്രധാന പ്രതിയോഗി പിശാച് തന്നെയാണ്. ദൈവസഭയ്ക്കകത്ത് ഒരു മനുഷ്യൻ വഴക്കാളിയായിട്ടുണ്ട്. ആ സഭയിൽ എപ്പോഴും ഗഡബഡ് करने वाला हो तो वो भी हमारा दुश्मन नहीं है, क्योंकि बाइबल में ऐसा लिखा है तुम्हारे दुश्मनों को प्यार करो और थोड़ी देर के लिए उसको अलग करो तो भी उसको दुश्मन न समझना, परंतु प्यार से उसके साथ व्यवहार करना. ദൈവത്തിന് സ്തോത്രം. ഇതെന്തൊരു വേദപുസ്തകമാ! ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവനെ നിങ്ങൾ അങ്ങ് വേർപെട്ട് ഒന്ന് മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്തോന്നറിയാമോ? എങ്കിലും ഇതൊക്കെ തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലുണ്ടെന്നേ. പിന്നെ പോയി വായിച്ചു നോക്ക്. അവനെ മാറ്റി നിർത്തിയാലും അവനെ പോലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് ഗുണദോഷിക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇതിനൊക്കെ ആമേൻ പറയാൻ വലിയ പാടാ. യേശു ദാ വരുന്നു മാറാനതാന്ന് പറയുമ്പോൾ നമുക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും. എന്നാൽ ശത്രുവിനെയും സ്നേഹിക്കാൻ പറയുമ്പോൾ, അവന് ഫീഡ് ചെയ്യാൻ പറയുമ്പോൾ മേ ബി ഡിഫിക്കൽട്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഞാൻ നിൽക്കുന്ന ഈ ഭൂമി മാറും, മുകളിലുള്ള ആകാശം മാറും, പക്ഷേ ഈ ഉയർത്തിയിരിക്കുന്ന വേദപുസ്തകത്തിന്റെ വള്ളിയും പുള്ളിയും മാറ്റപ്പെടുകയില്ലെന്ന് വിശ്വസിക്കുന്നവരോട് മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പോൾ വി ഹാവ് വൺ എനിമി. അതെല്ലാ കാലത്തും എനിമി ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചില പ്രത്യേകതകൾ എന്താണെന്നുള്ളത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അവർ എനിമി. നമ്പർ 1, he is an enemy, will be an enemy for all the believers all over the world. ഭൂലോകത്തിന്റെ ഏത് സ്ഥലത്ത് എന്ന് നീ പാർത്താലും അവൻ നിനക്ക് ശത്രു തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ ശത്രുവാണവൻ, അവൻ നമ്മുടെ ശത്രുവായിരിക്കും. മനസ്സിലായോ? അല്ലാതെ ആരും എൻ്റെ അടുത്തോട്ട് വരത്തില്ല, ഈ പിശാച് വരത്തില്ലെന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് ഈ കടയിലൊക്കെ ചില സാധനം കിട്ടുമല്ലോ, വാട്ടർ പ്രൂഫ്, ഡസ്റ്റ് പ്രൂഫ്, പിന്നെന്തോ പ്രൂഫൊക്കെയാ, പിന്നെ എയർ പ്രൂഫ് എന്ന് പറയാൻ അർത്ഥം എന്തുവാ? വെള്ളത്തിൽ വീണാൽ കുഴപ്പമില്ലാത്ത വാട്ടർ പ്രൂഫ്. എയർ കയറാത്ത സാധനങ്ങളാണ് എയർ പ്രൂഫ്. പിന്നെ ഡസ്റ്റ് എന്നാൽ ഒരു പ്രോബ്ലം ഇല്ലാത്തതാണ് ഡസ്റ്റ് പ്രൂഫ്. ഡസ്റ്റ് പ്രൂഫ്, വാട്ടർ പ്രൂഫ്, എയർ പ്രൂഫ് തുടങ്ങി ഒത്തിരി സാധനങ്ങളുണ്ട്. അതുപോലെ ഞാൻ സൈറ്റൻ പ്രൂഫ് എന്നാരും പറയല്ലേ. എൻ്റെ അടുത്ത് വിശ്വാസം വരുത്തൽ കുഞ്ഞെ, നീ തറവാട്ടി ജനിച്ച ക്രിസ്ത്യാനി ആയാലും പെന്തക്കോസിനകത്ത് കുരുത്തു വന്നതായാലും നിന്റെ അടുത്ത് അവൻ വരും. കാരണം എന്താ? അപ്പോസ്തലനായ പത്രോസിൻ്റെ അകത്ത് അവൻ കയറിയില്ലേ? ആദിമസഭയിൽ അനന്യ സഫീറമാര് വേണ്ടാത്തത് കാണിച്ചപ്പോൾ നിലത്തിന്റെ വിലയിൽ കുറച്ച് എടുത്തു വെക്കുവാൻ തക്കവണ്ണം സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കവർന്നു നിന്ന് ആദിമ നൂറ്റാണ്ടിലെ സഭ 1-ാം അധ്യായത്തിൽ നിന്ന് ജ്വലിച്ചു നിൽക്കുന്ന വാഗ്ദത്തം, 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ ഇൻ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, 3rd ചാപ്റ്ററിൽ പിറവിയിലെ മുടന്തനായി ഒരുത്തവൻ ഈ ശക്തി കൊണ്ട് സ്പർശനമേറ്റ് തുള്ളിച്ചാടി പള്ളി കയറി ഹല്ലേലൂയ പറയുന്നു. 4th ചാപ്റ്ററിൽ സ്ഥലം കൂടെ കുലുങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 5th ചാപ്റ്ററിൽ ഭാര്യയും ഭർത്താവും ഷോക്ക് അടിച്ച് എത്തുപോയി. എന്താ കാര്യം? എന്താ? ഏറ്റവും ക്ലൈമാക്സ് സഭ നിന്നാലും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കാം.
അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരി, പിശാചിനിടം കൊടുക്കരുത്. നെവർ ഗിവ് an opportunity to devil, Satan. Beware, നിർമ്മതരായിരിപ്പീ, ഉണർന്നിരിപ്പീ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു ഓർത്ത് അലറിക്കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പത്രോസിനെ തോൽപ്പിച്ചെങ്കിൽ, അനന്യ സഫീറമാരെ തോൽപ്പിച്ചെങ്കിൽ, ആമേൻ, ഭക്തനായ യോബ് ദൈവത്താലും മനുഷ്യരാലും സ്നേഹിതനാലും ഭാര്യയാലും എല്ലാവരിലും നല്ല സാക്ഷ്യം പ്രവചിച്ച അവൻ്റെ അടുത്തും ദൈവം അനുവദിച്ചിട്ടാണെങ്കിലും സാത്താൻ വന്ന് അവനെയും പോരാടിയെങ്കിൽ എന്തിനേറെ പറയുന്നു, പാപം അറിയാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത പരമപരിശുദ്ധൻ യേശുവിൻ്റെ അടുക്കലും സാത്താൻ പരീക്ഷിക്കാൻ വന്നില്ലേ? എങ്കിൽ പിന്നെ നിന്നെ വെറുതെ വിടുമോ? മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം. നെവർ സെയിം Satan proof. നോ, ബിവേർ, ബിവേർ, ബിവേർ. ഉണർന്നിരിപ്പീ, നിർമ്മതരായിരിപ്പീ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഓർത്ത് ചുറ്റും നിൽക്കുകയാണ്. ആ ക്വാളിറ്റിയിൽ അവൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒന്ന്, അവൻ ഏറ്റവും ഏത് സ്ഥലത്തും ഏത് നേരത്തും, മരുഭൂമിയിലാണ് യേശുവിൻ്റെ പരീക്ഷിക്കാൻ വന്നത്, ഏതൻ തോട്ടത്തിലാണ് മനോഹരമായ സുഖശീതളമായ മന്ദമാരുതൻ വീശുന്ന അതിമനോഹരമായ തോട്ടത്തിലല്ലേ ആദമഹുമാരെ പരീക്ഷിക്കാൻ വന്നത്. അപ്പം സുന്ദര തോട്ടത്തിലും വരും, മരുഭൂമിയിലും വരും, ഏത് സ്ഥലത്തും അവൻ വരും, ഏത് കാലത്ത് വരും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇനി അതിൻ്റെ ഏജ് ഗ്രൂപ്പ് ഒന്നും വ്യത്യാസമില്ല. ഒരു ഒറ്റ പ്രതിയോഗിയെങ്കിലും, നമ്മുടെ ശത്രുക്കൾ കുറേ പേരുണ്ടെങ്കിലും കുറേ നാൾ നമ്മളെ ആക്രമിച്ച് ഡിസ്റ്റർബ് ചെയ്ത ശേഷം ഒരു പ്രാവശ്യം ഇനി അവൻ്റെ പുറകെ പോകണ്ട, അല്ല ഇവരുടെ പുറകെ പോകണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. എന്നാൽ ഇവൻ അങ്ങനെ നാണമുള്ളവനെ അല്ല. ജീവിക്കുന്നിടത്തോളം കാലം അവസാനം വരെ അവൻ ഉറ്റുനോക്കും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു എപ്പോഴാണ് തുടങ്ങുന്ന പോരാട്ടം? Revelation 12:4 എന്ന് വായിച്ച വേഗം. The last book of the Bible, Revelation chapter 12 and verse 4. വെളിപ്പാട് പുസ്തകം 12-ന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ? Child, the moment he was born. Somebody in Malayalam also, please. 12:4. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ ആരാ നിൽക്കുന്നത് അവിടെ? ഈ കുട്ടിയെ കൊന്നുകളയുവാൻ മഹാസർപ്പം. നേഴ്സസായിട്ട് ജോലി ചെയ്തിട്ടുള്ളവർ ചിലപ്പോൾ ഇതിനകത്ത് കാണും, ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ. ഒരു കുഞ്ഞിനെ അങ്ങോട്ട് പ്രസവിച്ചാൽ ഉടൻ ആദ്യം കാണേണ്ടത് നേഴ്സസ് എയ്ഡോ ഡോക്ടേഴ്സോ ചൈൽഡ് സ്പെഷ്യലിസ്റ്റോ ഒക്കെ. ഇവിടെ ഒരു കൊച്ചിനെ പ്രസവിക്കുമ്പോൾ എന്ന് പറഞ്ഞു ഒരു 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 എന്തോ ദുഷ്ടജന്തു മഹാസർപ്പം വരിക പ്രസവിച്ച ഉടനെ തിന്നാൻ. ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ആര് വർക്ക് ചെയ്യും? എനിക്ക് ജോലിയും വേണ്ടായേ, വീണ്ടും വേണ്ട, വീട്ടിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ച് ഇട്ട് ചൂടും. ഇതെങ്ങനെ ഈ ലേബർ റൂമിനകത്ത് ഈ മഹാസർപ്പം കയറി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അത് വിവരിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം എടുക്കും. ഞാൻ അതിനൊന്നും പോകുന്നില്ല. ഈ മഹാസർപ്പത്തെ ആ സ്ത്രീ ആരാണെന്നും ആൺകുട്ടി ആരാണെന്നും ഒക്കെ വിവരിക്കാൻ ധാരാളം സമയം എടുക്കും. പക്ഷെ ഇവിടെ ഒരു തത്വം പറയുകയാണ്. പ്രസവിച്ച ഉടനെ തന്നെ ഉദരത്തിൽ നിന്ന് വെളി വരുമ്പോഴേ തന്നെ വാ വിഴുങ്ങുന്ന ഈ സർപ്പം വന്ന പോലെ നീയും ഞാനും ക്രിസ്തുവിലായ സമയത്തൊരു പുതുജനനം നടന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ആരും ദൈവരാജ്യത്തിൽ കിടക്കും. ഈ പുതുജനനം നടന്നാൽ ഉടൻ ആ ദിവസം മുതൽ നിന്നെ വിഴുങ്ങാനൊരു സർപ്പമുണ്ട്. മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം. Since the day you were born again, the devil will start destroying you. അവൻ്റെ ആക്രമണത്തിന് വിധേയപ്പെടും. അങ്ങനെ വീണ്ടും ജനനം മുതൽ അന്ത്യം വരെ അല്ല, ഈ ലോകത്തിൽ പോരാടി 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 ഒടുവിൽ കർത്താവിൻ്റെ വരവിങ്കൽ ഉണ്ടല്ലോ, ഇനിയും 3 ശബ്ദം കേൾക്കുമല്ലോ. നിങ്ങൾ എല്ലാ ശവസംസ്കാര ശുശ്രൂഷയുടെ ഒടുവിൽ പറയുന്ന വാക്യമല്ലേ? അറിയാവുന്നവരുടെ കൂടെ ഒന്ന് പറഞ്ഞ്, യേശുവിൻ്റെ വരവിങ്കിൽ 3 ശബ്ദം മുഴങ്ങും. കർത്താവ് തൻ ഗംഭീര, പ്രധാന ദൂതൻ്റെ, ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ. എന്തിനാ എന്നറിയാമോ? ഗംഭീരനാദം. ഓ മൈ പീപ്പിൾ കം ഓഫ് ഹിയർ. എന്താ? ആ കല്ലറകളിലുള്ളവരെല്ലാം സ്തോത്രം അവൻ്റെ ശബ്ദത്തിലാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്തിനാ? ദൈവത്തിൻ്റെ കാഹളം ഒന്ന് മുഴുങ്ങുന്നതായ സമയത്ത് സഭയുടെ എല്ലാ ഭാഗത്തും ദിക്കിൽ നിന്ന് ഒരുമിച്ച് കൂടി യാത്ര പുറപ്പെടുകയാണ്.
ഇതിൻ്റെ ഇടയ്ക്കാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ഇവനാണ് പോവാതെ അന്ധകാരത്തിന്റെ അധിപതിയായ പിശാചിന്റെ ആധിപത്യ ചങ്ങലയിൽ നിന്ന് ദൈവമക്കളുടെ ട്രാഫിക് ക്ലിയർ ആക്കാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ പൊങ്ങുന്ന സമയത്ത് ഇവനെ എനിക്കറിയാം, ഇവളെ എനിക്കറിയാം, ഇവളെ ആരായിരുന്നു എനിക്കറിയാം, വിശ്വാസി ആയിരിക്കവേ തന്നെ രഹസ്യമായി ചെയ്ത പാപങ്ങൾ എനിക്കറിയാം എന്ന് പറയാൻ നിനക്ക് അനുവാദമില്ല. പ്രധാന ദൂതൻ ഇങ്ങോട്ടൊന്നും ഒറ്റ ശബ്ദം മുഴങ്ങുമ്പോൾ സാത്താൻ പമ്പ കിടക്കും. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഗവർണേഴ്സ്, പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ അതിന് മുമ്പേ ഒരു ഗ്രൂപ്പ് പോവും. എന്താ പോന്നേ? ചിലർ വിചാരിക്കും എന്താ പോകുന്നു പ്രധാനമന്ത്രി. അല്ല, ഇവനല്ല പ്രധാനമന്ത്രി, ഇതിന്റെ പുറകെ വരുന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രിക്ക് ട്രാഫിക് ക്ലിയർ ആക്കി കൊടുക്കണ്ടേ? ഇതുപോലെ ക്രിസ്തുവിന്റെ സഭയായ മണവാട്ടിയെ നീ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അന്ധകാരത്തിന്റെ ലോകാധിപതികളൊന്നും നിന്നെ തൊടാതിരിക്കുവാൻ പ്രധാന ദൂതനെ അയക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ഇവിടുന്ന് പറന്ന് പെട്ടെന്ന് അവിടെ ഉയർന്ന് അക്കരെ കടന്നാൽ പിന്നെ അവന്റെ ആക്രോശമില്ല. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വീണ്ടും ജനിച്ച ദിവസം മുതൽ വായ് പിളർന്നു. ജീവിതകാലം മൊത്തം നിന്നോട് പോരാടി. ഏറ്റവും ഒടുവിൽ അക്കരെ നാട്ടിലെത്തും വരെയും ഈ പോരാട്ടം തുടരും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആകയാൽ എല്ലാ കാലത്തും അവൻ എതിരാളിയാണ്. ജനനം മുതൽ, വീണ്ടും ജനനം മുതൽ മരണം വരെ പോരാ, മോശയുടെ ശരീരത്തെക്കുറിച്ച് വരെ അവൻ തർക്കിച്ചു വാദിച്ചു. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അക്കരയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോരാട്ടമില്ല. ആ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവനെ വഞ്ചിച്ച പിശാചിനെ നരകത്തിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും അവൻ പോരാളിയാണ്, എല്ലാവർക്കും അവന് എതിരാളിയാണ്. എല്ലാവരെയും വിഴുങ്ങുവാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേക കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ദൈവം അനുവദിച്ചാൽ പിന്നെ ഏതെങ്കിലും സമയത്ത് അവസരം കിട്ടിയാൽ പറയാം. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ അടുക്കൽ നാം ചെല്ലുന്നത് വരെ പോരാടും. ഏത് വേഷവും അവൻ കെട്ടും. ഏതെങ്കിലും തോട്ടത്തിൽ ഒരു പാമ്പിന്റെ വേഷത്തിൽ വന്നു, മറ്റ് സ്ഥലത്ത് പത്രോസ് ഒരു ഭക്തന്റെ വേഷത്തിൽ അവൻ്റെ കർത്താവിൻ്റെ അടുക്കലോട്ട് വരികയാണ്. പിന്നെ നമ്മൾ വായിച്ച വാക്യത്തിൽ എന്തോ ആ കുറിവാക്യം, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ സിംഹത്തിന്റെ വേഷവും കെട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വടക്കേ ഇന്ത്യയിലായതുകൊണ്ടൊരു ഹിന്ദിയിലൊരു കൊച്ചു കഥ പറയാം. ചിലർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ യോഗം കഴിഞ്ഞാൽ ഹിന്ദി അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. ഹിമ്മത്ത് वाला लड़का जा रहा था तो किसी ने पूछा, बेटा तू स्कूल जाते वक्त एक कुत्ता आएगा तो तुम क्या करेगा എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭഗാ ദൂംഗാ मैं. ഒരു പട്ടി വന്നാൽ നീ എന്തോ ചെയ്യും? ഞാൻ അവനെ ഓടിച്ചു കളയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, एक हाथी आएगा तो तुम क्या करेगा. ഒരു ആന വന്നാൽ നീ എന്തോ ചെയ്യും? ഭാഗ് ജാഊംഗാ मैं. ആന വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടി രക്ഷപ്പെടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏക്ക് ഷേർ ഏക്ക് സിംഹ ആയേഗാ തോ തും ക്യാ കരേഗാ എന്ന് ചോദിച്ചു. ഒരു സിംഹം വന്നാൽ എന്ത് ചെയ്യും? ആ കുഞ്ഞു പറഞ്ഞത് കേൾക്കണോ? ആമേ मैं तो कुछ नहीं करूंगा, जो कुछ करना वही करेगा. എനിക്കൊന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് അവൻ ചെയ്തുകൊള്ളും. ഭഗാനേ സേ ഭാഗേഗാ നഹി, ഭാഗിനേ സേ ഫായദാ നഹി, ഖടാ ഹോനാ തന്ദുരുസ്തി കേ ലിയേ അച്ഛാ ഹൈ. ഓടിച്ചാൽ ഇവൻ ഓടത്തില്ല, ഞാൻ ഓടിയതുകൊണ്ട് രക്ഷപ്പെടത്തുമില്ല. പിന്നെ അവിടെ നിൽക്കുന്നതല്ലേ ആരോഗ്യത്തിന് നല്ലത്. ഇതുപോലെ ഓടിച്ചാൽ ഓടത്തില്ല, ഓടിപ്പോയ രക്ഷയില്ല എന്നത് പറയുന്നു. അതാണ് സിംഹം, മൃഗങ്ങളുടെ രാജാവാണ്. എന്നാൽ ഈ സിംഹം ഇങ്ങോട്ട് വരുന്നത് ഒന്ന് ഓർക്കണം, നിന്നെ കൊല്ലാനായിരുന്നെങ്കിലും സാരമില്ലായിരുന്നു. കൊന്ന് പെൺകരടികൾ വന്ന് 10-42 പിള്ളേരെ വലിച്ചു കീറിയത് അറിയാമോ? കീറിയാലുണ്ട് ജഡം കിട്ടും, പക്ഷേ വിഴുങ്ങിയാൽ ജഡം പോലും കിട്ടത്തില്ല. ആത്മീയ ഗോളത്തിൽ നിന്ന് നിന്റെ അഡ്രസ് നീക്കാനാണ് സാത്താൻ വരുന്ന. ഓർത്ത് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഭയപ്പെടുക. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നാൽ ദൈവമക്കളോട് ഒരു സദ്വർത്തമാനം ഞാൻ പറയാം. നിനക്ക് ഈ സിംഹത്തെ പേടിക്കാനില്ല. കാരണം എന്താണ്? നിന്റെ അകത്ത് മറ്റൊരു സിംഹം വളരുന്നുണ്ട്. മനസ്സിലാക്കിയവർ മാത്രം കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്യാം. കരയേണ്ട. യഹൂദ ഗോത്രത്തിൽ സിംഹമായവൻ, ദാവീദിന്റെ വേരുമായവൻ മുദ്ര പൊട്ടിക്കുവാൻ ശക്തനായി എങ്കിൽ മറ്റൊരു സിംഹം പോലെ വരുന്നവനാ. അലറുന്ന സിംഹം പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അകത്ത് ആള് സിംഹം പോലെയല്ല, അവൻ യഹൂദ ഗോത്രത്തിലെ ഒറിജിനൽ സിംഹമാണ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവ പൈതലേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവൻ, നമ്മളിലുള്ളവൻ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ വലിയവനായ കർത്താവ് നമ്മുടെ അകത്തുണ്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിന്റെ അകത്തുണ്ട് എങ്കിൽ ഈ ലോകത്തിലെ ഭൗതിക സിംഹത്തെ നിനക്ക് പേടിക്കാനില്ല. സിംഹത്തെ പോലെ വേഷം കെട്ടി വരുന്നവനെ നിനക്ക് ഭയപ്പെടാൻ. എല്ലാവരും പ്രാർത്ഥിച്ചാണ് ദൈവത്തിന് സ്തോത്രം. കർത്താവേ,
അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഓർത്തുകൊണ്ട് ശത്രുവായ പൈശാചകൻ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അവന്റെ ആക്രമണത്തിന് വിധേയപ്പെടാതിരിക്കുവാൻ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിപ്പാൻ എനിക്ക് കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ എന്ന് എത്ര പേര് ഇന്ന് പകൽ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടുകൂടി നമുക്ക് പോരാടാം. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വേഗം വരാറായി. തൻ്റെ സഭ തൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുവാറായി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പുതിയ കൃപയോടെ, വരത്തോടെ, ശക്തിയോടുകൂടെ വക്രതയുള്ള ഈ ലോകത്തിൽ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് എല്ലാ ദൈവമക്കളും ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശി. ഓ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായെന്നിൽ ആത്മദാനങ്ങൾ പകരണ. നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിൽ ചൂടക ശബ്ദരാ ചൂടക തീതരാജ രാജലക്ഷരേകരന്തരേതല ആയക തൂതകരാതല ജാരകടന്തല വീരകരന്തല യൂരകരാ തലജാരകടന്തല വീര വരന്തല ജൂരകടന്തല വീർ ദൂരകരത്തല വീരകരന്തല ജാരകടന്തല വീരവരാ അക്ഷകരാതല ജൂരകടന്തല വീരവരന്തല വാരവരാ തലജൂരകരന്തല വീരകരന്തല ജാരകടന്തല വീർ ദൂരകരന്തല വീരവരക്ഷല ജാരകടന്തല വീരവരാ തലജൂരകടന്തല ജാരകടന്തല വീരവരക്ഷല യാ ദൂരകരാജല വീരകരന്തല വീരവരാതല വാരവരാ. യേശുവിന്റെ രക്തം ദൂതക രക്ഷല നിദാനജാര കടന്നലവേൻ നീരകെ സപ്തരേ രക്ഷോലജാര കടന്നലവേൻ യേശുവിന്റെ നാമത്താലും രക്തത്താലും ചെയ്യും. എല്ലാവർക്കും ആരാധിക്കാം. ദൂതക രാജല ജാരകരാൻ അപ്തലജോര കടന്നലവേൻ നീരക ശബദ്ധാലജാര കടന്നലെ ദന്തേരജാര രക്ഷലാജലക്ഷര വിതലവേൻ നീരകെ സപ്തരേ രക്ഷാല. ഭയങ്ങൾ മാറട്ടെ. നീകരെ രക്ഷാലജാര കടന്നലാദ ലക്ഷണ വിതലവേൻ നസ്രകർത്തമ യേശുവിന്റെ നാമത്തിൽ in the name of Jesus നീരക രക്ഷല ചുടാനജാര കടന്നലവേൻ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും അറിഞ്ഞ് ഹല്ലേലൂയ അവരോട് എതിർത്തു നിൽക്കുവാനുള്ള ആത്മപകർച്ച ഇന്ന് പൽക്കാലം ഏറ്റെടുത്ത് നീരക ജടകരത ലക്ഷണ വിതലവേൻ ദൂതക സമത്യാലജാര കടന്നലവേൻ അന്ധകാര ശക്തികൾ ദുഷ്ടന്മ സേനകൾ അതേ ശരീരത്തെ ബന്ധിച്ച്, മനസ്സിനെ ബന്ധിച്ച്, ബുദ്ധിയെ ബന്ധിച്ച്, ആരോഗ്യത്തെ ബന്ധിച്ച്, ജോലിയെ ബന്ധിച്ച്, ഹല്ലേലൂയ തലമുറയെ ബന്ധിച്ച് നിരാശയുടെ മടുകുടിയിലേക്ക് തള്ളിയിടുവാൻ ഹല്ലേലൂയ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കിക്കൊണ്ട് അലറുന്ന സിംഹം പോലെ കടന്നു വരുന്ന ഹല്ലേലൂയ roaring lion, like a roaring lion we are casting out that demonic power in the name of Jesus. തീരക രക്ഷല ജലാദ രക്ഷല വിതലവേൻ തീര കടക ജലാദ രക്ഷല വിതലവേൻ തീരക സന്തല രക്ഷല ജാര കടന്നലവേൻ ഹല്ലേലൂയ തീകര ഹലക രക്ഷല ചരചര വിതലവാര വരന്തലവേൻ കേൾക്കപ്പെട്ട വചനത്തിനുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ഹല്ലേലൂയ ദൈവശക്തി ഇന്ന് പൽക്കാലം പ്രാപിച്ച്
ಹಾದಗರಕ್ಷಲ ജലാതലക്ഷല വിതലവേരി തീരകന ജലാതലക്ഷല വിതല ജാരകടന്തലവേരി ഹല്ലേലൂയ. നിന്നെ വിഴുങ്ങുന്ന, നിന്റെ ആത്മീയത്തെ വിഴുങ്ങുന്ന, നിന്റെ ആരാധനയെ വിഴുങ്ങുന്ന, നിന്റെ ഹല്ലേലൂയ നന്മയെ വിഴുങ്ങുന്ന, നിന്റെ സമാധാനത്തെ വിഴുങ്ങുന്ന ഹല്ലേലൂയ ദുഷ്ടാത്മ സേന ഇന്ന് വേൽക്കാലം അഴിയട്ടെ. തീരകരാജലക്ഷല വിതല ജാരകടന്തലവേരി തീരക സമത്യാല ജാരകടക്ഷല ജാരകടന്തലവേരി. ജയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അതേ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ ദാസൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശീർവാദം